5ാം ക്ലാസ്സിലെ പാർട്ട് 2-ൽ സോഷ്യൽ സയൻസ് 9ാമത്തെ ലെസൺ നോക്കാം. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. ഈ ഒരു ചാപ്റ്ററിൽ ജനാധിപത്യത്തെക്കുറിച്ച് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, അതാണ് ആ ലെസൻ്റെ പേര്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് വായിക്കാം, എന്നാൽ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഗ്രാമസഭയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു ഗ്രാമസഭ കൂടുന്ന ചിത്രമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിലും ഗ്രാമസഭ കൂടാറില്ലേ? അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നും എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നതെന്നും കണ്ടെത്തുവാൻ ശ്രമിക്കൂ. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദിയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭ എന്ന് പറയുന്നു. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അഥവാ വാർഡ് സഭയിൽ പങ്കെടുക്കാം. ചർച്ചകളിൽ പങ്കെടുത്ത അഭിപ്രായം പറയാൻ അവർക്കെല്ലാം അവസരമുണ്ട്. വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ്. ഈ ജനപ്രതിനിധി ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഗ്രാമസഭയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അത് തീരുമാനിക്കാനുള്ള വേദിയെ പറയുന്ന പേരെന്താണ്? ഗ്രാമസഭ എന്നാണ് പറയുന്നത്. അതായത് വാർഡ് തലത്തിൽ നമുക്കറിയാം വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എവിടെയാണ് തീരുമാനിക്കുന്നത്? ഗ്രാമസഭയിലാണ് തീരുമാനിക്കുന്നത്. ഇത് തന്നെ നഗരങ്ങളിൽ അത് അറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ്. അപ്പോൾ ഗ്രാമസഭയിലും വാർഡ് സഭയിലും വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കൂട്ടായി ചർച്ച ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ്. അത് ഗ്രാമങ്ങളിലാണെങ്കിൽ വാർഡ് മെമ്പർ എന്നറിയപ്പെടുന്നു, നഗരങ്ങളിലാണെങ്കിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു. ഇത്തരത്തിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന മറ്റ് എവിടെയെല്ലാമാണ് ഈ രീതി നമുക്ക്, അതായത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി എവിടെയെല്ലാം കാണാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ക്ലാസ് അല്ലെങ്കിൽ സ്കൂൾ ലീഡർ, സഹകരണ സംഘം, ക്ലബ്ബ്, വായനശാല, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന നിയമസഭ, പാർലമെൻറ്റ്, ഇവിടെയൊക്കെ എന്താണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി നമുക്ക് കാണാവുന്നതാണ്. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്നു. എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായി തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ്. അപ്പോൾ ഗ്രാമസഭയിലൊക്കെ ആണെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ജനങ്ങൾക്ക് നേരിട്ട് പറ്റില്ല. അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കണാണ് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് എന്ത്? ജനാധിപത്യം എന്ന് പറയുന്നത്. അടുത്ത പേജിലേക്ക് പോവാം. അമർത്യ സെൻ, നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ നിന്നും എക്കണോമിക്സിന് നോബൽ സമ്മാനം നേടിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ അമർത്യ സെൻ. അപ്പോൾ അമർത്യ സെൻ പറയുന്നു, ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. എന്താണ് അമർത്യ സെൻ പറയുന്നത്? ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്.
ജനാധിപത്യത്തിൻ്റെ ചില സവിശേഷതകളും ജനാധിപത്യത്തെക്കുറിച്ചുള്ള മഹാന്മാരുടെ അഭിപ്രായങ്ങളും നമ്മൾ വായിച്ചു. എന്താണ് ജനാധിപത്യം എന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജനാധിപത്യം എന്നാൽ എന്ത് എന്നതിൻ്റെ ആൻസർ എന്താണ്? ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്നറിയപ്പെടുന്നത്. ജനാധിപത്യം എന്താണ്, അല്ലെങ്കിൽ ആ വാക്ക് എവിടെ നിന്നും ഉത്ഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഇംഗ്ലീഷ് ഡെമോക്രസിയാണ്. ഡെമോക്രസി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഒരു ഗ്രീക്ക് പദമായ ഡെമോക്രാറ്റിയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ജനം എന്നർത്ഥമുള്ള ഡമോസ്, ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഇത് ഉണ്ടായത്. ഇനിയാണ് ഡെമോക്രാറ്റിയ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. ജനം എന്നർത്ഥമുള്ള ഡെമോസും ശക്തി അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസും ചേർന്നിട്ടാണ്, ഈ ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടാണ് ഡെമോക്രാറ്റിയ, ഡെമോക്രസി എന്നുള്ള പദം ഉത്ഭവിച്ചിട്ടുള്ളത്. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. ഇനി എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം, എന്താണ് പരോക്ഷ ജനാധിപത്യം എന്നാണ് പറയുന്നത്. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. സംസ്ഥാന നിയമസഭ, പാർലമെൻറ്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല, അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെയാണ് പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ, അതാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അതിനെയാണ് പരോക്ഷ ജനാധിപത്യം. നമ്മൾക്ക് അതിൻ്റെ ഉദാഹരണം എന്താണ്? നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭയും അതുപോലെ തന്നെ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ രാജ്യസഭ അതുപോലെ ലോകസഭയിലൊക്കെ ആരാണ്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന് പറയുന്ന പേരാണ് പരോക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾ നേരിട്ടാണ് തീരുമാനങ്ങൾ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമസഭയാണ്. ഗ്രാമസഭയിൽ എന്താണ്? വാർഡിലുള്ള എല്ലാ പ്രതിനിധികൾക്കും, അതിൽ എല്ലാ മെമ്പർമാർക്കും ചർച്ചയിൽ പങ്കെടുക്കാം. ജനങ്ങൾക്ക് നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി ജനാധിപത്യവും തെരഞ്ഞെടുപ്പും. പ്രാദേശിക തലം മുതൽ പാർലമെൻറ്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം എത്ര വയസ്സ് പൂർത്തിയാകുന്നവർക്കാണ് ഇലക്ഷൻ അവകാശമുള്ളത്? 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോകസഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പ്രാദേശിക തലത്തിൽ. അതുപോലെ തന്നെ നമുക്ക് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പായാലും ഇനി പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പൊക്കെ ആയിരുന്നാലും നമുക്ക് എന്താണ്? 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് വോട്ടവകാശം ചെയ്യാനുള്ള അവകാശം ഉള്ളത്, വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. ഇനി കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ. അവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആർക്കൊക്കെയാണ് വോട്ടവകാശമുള്ളത്? ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇപ്പോഴത്തെ നിയോജക മണ്ഡലം ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ. അടുത്ത എന്താണ്? തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എത്ര ഘട്ടങ്ങളുണ്ട്? 6 ഘട്ടങ്ങളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന് ഉള്ളത്. ഈ ഓരോ ഘട്ടങ്ങളിലൂടെയുമാണ് തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ കാണാതെ തന്നെ പഠിക്കുക. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. ആദ്യത്തെ കാര്യം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ.
അടുത്തത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. നാമനിർദ്ദേശീയ പത്രിക പിൻവലിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇങ്ങനെ 6 സ്റ്റെപ്പുകളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ കാണാതെ പഠിക്കുക. അടുത്ത പേജിലേക്ക് പോവാം. ഓക്കെ, ഇങ്ങനെ കൃത്യമായ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇതുപോലെ ജനാധിപത്യം മറ്റു ചില ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. ഇനിയും മറ്റ് ഘടകങ്ങൾ, അത് ജനാധിപത്യം നിലനിന്ന് പോകണമെങ്കിൽ ചില ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്, എന്തൊക്കെ അത്യാവശ്യ ഘടകങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് നിയമവാഴ്ചയെക്കുറിച്ച് പറയുന്നു. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം വാഴുക, അല്ലേ? അതാണ് അർത്ഥമാക്കുന്നത്. അതായത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ജനാധിപത്യം എന്ന് പറയുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാകണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ അവിടെ നിയമവാഴ്ച ഉണ്ടാവണം. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരായിരിക്കണം. അതിപ്പോൾ ആരായിരുന്നാലും അങ്ങനെ തന്നെയാണ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ പോലും എന്താണ്, നിയമങ്ങൾ പാലിക്കാനായിട്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതാണ് പറയുന്നത്, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. നിയമവാഴ്ചയുടെ പ്രാധാന്യം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ റോഡിലൂടെ അലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ചു പോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? റോഡിലൂടെ തോന്നിയ പോലെ വാഹനം ഓടിച്ചു പോയാൽ അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലേ? വാഹനങ്ങളുടെ സഞ്ചാരം സുഗമവും സുരക്ഷിതവുമാക്കുകയാണ് ട്രാഫിക് നിയമങ്ങളുടെ ലക്ഷ്യം. അതിനാണ് ട്രാഫിക് നിയമങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ പാലിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കാനായിട്ട്. ഇത്തരത്തിലുള്ള വിവിധ നിയമങ്ങൾ നമുക്കറിയാം. നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയെ കരുതി ഒരുപാട് നിയമങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാനായിട്ട് എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതിനെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. നിയമങ്ങൾ എല്ലാവരും പാലിച്ചാലേ ജനാധിപത്യം എന്ന് പറയുന്നതിന് ഒരർത്ഥം ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണ്? അവകാശങ്ങൾ. വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. അപ്പോൾ അവകാശങ്ങൾ എന്നാൽ എന്താണ് റൈറ്റ്സ് എന്ന് വെച്ചാൽ? വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളെയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. വിവിധ അവകാശങ്ങളാണ് ജനങ്ങൾക്ക് ഗവൺമെൻറ് നടപ്പിലാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി അത് 2 കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. വിവിധ നിയമങ്ങൾ ലഭിക്കുന്ന അവകാശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം ആ കോളത്തിൽ എന്താണ്? എ എന്ന് പറയുന്ന കോളവും ബി എന്ന് പറയുന്ന കോളവും കൊടുത്തിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നമുക്ക് എന്താണ് അവകാശം? അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് കൊടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അവകാശമാണത്. അതായത് എല്ലാവർക്കും എന്തിനുള്ള അവകാശമുണ്ട്? എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമുണ്ട്. മോട്ടോർ വാഹന നിയമം എന്താണ് കൊടുക്കുന്ന അവകാശം? നമുക്ക് കിട്ടുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം എല്ലാവർക്കും വാഹനങ്ങൾ ഓടിക്കാനായിട്ട് അതിൻ്റെ ലൈസൻസുള്ള എല്ലാവർക്കും, ഇത്രയും പ്രായപൂർത്തിയായവർക്ക് ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ 18 വയസ്സിന് ശേഷം ലൈസൻസ് കിട്ടി അതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാം? വാഹനങ്ങൾ ഓടിക്കാനായിട്ട് സാധിക്കും. വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് എല്ലാ സിറ്റിസൺസിനും അവകാശമുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. വൃദ്ധജന പരിപാലന നിയമം. വൃദ്ധജനങ്ങളെ എന്ത് ചെയ്യണം? അതായത് വൃദ്ധരായവരെ നമ്മൾ പരിപാലിക്കണം എന്നുള്ളത് ഒരു നിയമമാണ്. അപ്പോൾ അവർക്ക് നിയമ സംരക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വൃദ്ധരായവരെ ഉപേക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വൃദ്ധരായവരെ പരിപാലിക്കാനുള്ള വൃദ്ധപരിപാലന നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള വിവിധ നിയമങ്ങളിലൂടെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് വിവിധ അവകാശങ്ങളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവകാശങ്ങളുണ്ട്. അതും എന്തിൻ്റെ പ്രത്യേകതയാണ്? ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി സാമൂഹിക സാമ്പത്തിക നീതി. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ
അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യമാണ് സാമൂഹ്യ സാമ്പത്തിക നീതി. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നു, അത് കഴിഞ്ഞ് ജനാധിപത്യത്തിന് എല്ലാവർക്കും കുറേ അവകാശങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ നിയമവാഴ്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ്? സാമൂഹ്യ സാമ്പത്തിക ജസ്റ്റിസ്, നീതി അവിടെ ഉണ്ടോ? സോഷ്യൽ ഇക്കണോമിക് ജസ്റ്റിസ് ഉണ്ടോ? എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ മുമ്പേ തുടങ്ങി കുറേ അനാചാരങ്ങളും ജാതി വ്യത്യാസങ്ങൾ, കളറിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ ആ സമൂഹത്തിൽ നമ്മൾ താഴേക്കിടയിൽ കിടക്കുന്നവരെയും അതുപോലെ തന്നെ നമുക്കറിയാം പട്ടികജാതി വർഗം, അതുപോലെ തന്നെയുള്ള താഴെ ഇതിൽ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവരെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ജനാധിപത്യം വിജയിച്ചു, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നതിൽ അർത്ഥമുള്ളൂ. അവരെ നമ്മൾ തഴഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാതെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യം വിജയിച്ചു എന്ന് പറയാനാവില്ല. അതുപോലെ തന്നെ സാമ്പത്തിക നീതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സാമ്പത്തികം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്കറിയാവുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സമൂഹത്തിലുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു നീതി എന്ന് വെച്ചാൽ എന്താണ്? ഏകദേശം എല്ലാവർക്കും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിറവേറ്റി പോവാവുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥ എല്ലാവർക്കും ഉണ്ടോ? അതിനാ തൊഴിലില്ലായ്മയെല്ലാം പരിഹരിച്ച് എല്ലാ ജനങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടെങ്കിലേ അവിടെ ജനാധിപത്യം നിലനിന്ന് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ജനാധിപത്യം വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ചില ആശയങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യത്തെ ബാധിക്കുന്ന ചില ആശയങ്ങൾ: അടിമത്തം, സ്ത്രീ വിവേചനം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം. കണ്ടോ, ഇതൊക്കെ തന്നെയാണ് എന്തിന് കാരണമാകുന്നത്? സാമൂഹിക സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതുമാണ്, ഇപ്പോഴും കുറേയൊക്കെ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അടിമത്തമുണ്ട്, സ്ത്രീ വിവേചനം നമുക്കറിയാമല്ലോ. സ്ത്രീകളുടെ ഈക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? സ്ത്രീ വിവേചനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് വിവാഹ സമയത്ത് കൊടുക്കുന്ന സ്ത്രീധനം. അത് എത്ര കൊടുത്താലും പ്രശ്നങ്ങളാണ്. എത്ര കൊടുത്താലും മതി വരാതെ പിന്നെയും ചോദിച്ചിട്ടുള്ള പ്രശ്നങ്ങളും. അതുപോലെ തൊഴിലില്ലായ്മ ഇവിടെ വളരെ രൂക്ഷമാണ്. PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് വരെ ജോലി കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ദാരിദ്ര്യം. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് ജനാധിപത്യം വിജയത്തിൽ എത്തുന്നത് എന്നാണ് പറയുന്നത്. അടുത്തെന്താണ്? മാധ്യമങ്ങൾ. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നൽകിയിരിക്കുന്ന ചിത്രം ശ്രദ്ധിച്ചുവല്ലോ. ഇതിൽ നിന്നും മാധ്യമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തും. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സാറ്റലൈറ്റിൻ്റെ ചിത്രവും അതുപോലെ പേപ്പറും ടെലിവിഷനും മറ്റ് കാര്യങ്ങൾ, റേഡിയോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ നമുക്ക് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. TV ചാനലുകൾ, വിവിധ പത്രങ്ങൾ, സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? മാധ്യമങ്ങളാണ് സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തുന്നതും മാധ്യമങ്ങൾ വഴിയാണ്. പത്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ.
അപ്പോൾ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത്. കാരണം എന്താണ്, ഈ മാധ്യമങ്ങളിലൂടെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് അറിയാനായിട്ടും വിലയിരുത്താനും മുന്നോട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും എല്ലാം നമുക്ക് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. മാധ്യമങ്ങളാണ് എല്ലാ കാര്യങ്ങളും എല്ലാ വിവരങ്ങളും നൽകി നമ്മൾക്ക് ആ ഒരു അറിവ് നൽകുന്നത്. അടുത്തെന്താണ്, പ്രതിപക്ഷം. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചു. ഇനി തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷം ഒപ്പം എന്തുണ്ടായിരിക്കും, ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കും അല്ലേ. ഭരണപക്ഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടായിരിക്കും, നമുക്കറിയാമല്ലോ അത്. അപ്പോൾ എന്തിനാണ് ഈ ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായിട്ടും അതുപോലെ തന്നെ അവരെ ക്രിട്ടിസൈസ് ചെയ്യുക, വിമർശനങ്ങൾ ഉയർത്താനായിട്ടും എന്തായാലും ഒരു ഒപ്പോസിഷൻ പാർട്ടി വേണം അല്ലേ. പോസിറ്റീവായിട്ടുള്ള ക്രിട്ടിസിസം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗവൺമെൻറ്റിന് അവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ നന്നാക്കാനായിട്ട് ക്രിട്ടിസിസം ആ രീതിയിൽ മനസ്സിലാക്കാനും അതിനെക്കുറിച്ചിട്ട് പഠിച്ച് അതിൽ വന്നിട്ടുള്ള പാളിച്ചകൾ മനസ്സിലാക്കി കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഗവൺമെൻറ്റിനെ ഉത്തേജിപ്പിക്കാനായിട്ട് ഒരു ഉത്തേജനം കൊടുക്കാനാണ് ശരിക്കും പ്രതിപക്ഷം ശ്രമിക്കേണ്ടത്. അപ്പോൾ പ്രതിപക്ഷത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ജനാധിപത്യ ഭരണഘടനയിൽ. ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗവൺമെൻറ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ച് പോകും. അപ്പോൾ അതിനെ ഒന്ന് വിലയിരുത്താനായിട്ട് തീർച്ചയായിട്ടും ഒരു ഒപ്പോസിഷൻ പാർട്ടി അവിടെ ആവശ്യമാണ്. ഇനി ജനാധിപത്യം ഒരു ജീവിത രീതി. എന്താണ് പറയുന്നത്, ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് കുറേ പേപ്പറിൽ ഇരുന്നിട്ട് ജനാധിപത്യമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ ഭരണഘടനയിലൊക്കെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇത് പ്രവൃത്തിയിൽ വരുമ്പോഴാണ് ഇതൊരു ജീവിത രീതിയാണ് ശരിക്കും ജനാധിപത്യം എന്ന് പറയുന്നത്. കാരണം അത് ഒരുപാട് മാനുഷിക മൂല്യങ്ങൾക്കും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും കൊടുക്കുന്ന ഒരു കാര്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി സ്വാതന്ത്ര്യവും മാനുഷിക മൂല്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. ജനാധിപത്യത്തിൽ ഇരിക്കുക എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അത് കേൾക്കാനായിട്ടും അത് മാനിക്കുക, അതിനെ ഒരു ആദരവോടെ റെസ്പെക്റ്റോടു കൂടി കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട. ഓരോ വ്യക്തികൾക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയായി അത് വിജയിക്കണമെങ്കിൽ ഓരോ വ്യക്തികളും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അത് നമ്മൾ എവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ വീടുകളിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം സ്കൂള്, സമൂഹം, അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഒരു ജനാധിപത്യം അതാ പറയുന്നത് അതൊരു ജീവിത രീതിയാണ് എന്ന് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതായത് ഓരോ വ്യക്തികളും എൻ്റെ അഭിപ്രായം ഞാൻ പറയുമ്പോൾ എല്ലാവരും അതിനോട് യോജിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് കാര്യമില്ല. അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക, കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോ വ്യക്തികൾക്കും അവരുടെ അഭിപ്രായം പറയാം. അതിനോട് ആരെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് ഇത്രയും അറിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, ജനാധിപത്യ രീതി ഉണ്ടാവുകയില്ല. അപ്പോൾ ജനാധിപത്യ രീതി നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ തുടങ്ങണം. നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്താൽ മാത്രമാണ് ഈ ജനാധിപത്യം നമ്മൾക്ക് വീടുകളിൽ നിന്ന് തന്നെ പരിശീലിപ്പിച്ച് സ്കൂളുകളിലായിരുന്നാലും കുട്ടികൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്ന് ടീച്ചേഴ്സും അധ്യാപകരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കുക, അതുപോലെ തന്നെ ക്ഷമ കാണിച്ചുകൊണ്ട് നമ്മുടെ ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുക, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ പരിഗണിക്കുക. നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഓരോ സാഹചര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു
നെക്സ്റ്റ് പേജിൽ കണ്ടോ, ഓരോ സാഹചര്യങ്ങൾ കൊടുക്കുമ്പോൾ റോഡ് നിയമങ്ങൾ പാലിക്കാറുണ്ടോ അല്ലേ? നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ വാഹനം മാത്രമല്ല റോട്ടിൽ കൂടെ പോകുന്നത് അല്ലേ? റോഡ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പബ്ലിക്കായിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ഒരാളുടെ മാത്രം ഇതായിട്ട് നമ്മൾ എടുക്കരുത്. എനിക്ക് അവകാശമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇത് ജനാധിപത്യ രാജ്യമാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ വാഹനം എനിക്ക് തോന്നിയ പോലെ ഓടിക്കും. അങ്ങനെയാണോ ജനാധിപത്യം എന്നതിൽ പറയുന്നത്? അല്ല. റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും വാഹനങ്ങൾ ഓടിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട രീതി. അല്ലാതെ എനിക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ പോലെ വാഹനം ഓടിക്കും, എനിക്ക് തോന്നിയ സ്ഥലത്ത് നിന്ന് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ വിളിച്ചു പറയും, അങ്ങനെയല്ല. ചില അഭിപ്രായങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർ ഏറ്റെടുക്കണം, മറ്റുള്ളവർ അതനുസരിച്ചേ മതിയാവൂ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാശി പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെ ജനാധിപത്യത്തിൻ്റെ നിലനിന്ന് പോവാനായിട്ട് ഉള്ള രീതികളാണ്. അതൊക്കെ നോക്കുക. അപ്പോൾ അതിൽ ഓരോ സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് ടിക്ക് മാർക്കുകൾ ഇടാനായിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു പേജിലേക്ക് പോവാം. ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ജനാധിപത്യ ഭരണം. ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളികളാകാൻ ഇതിലൂടെ സാധിക്കുന്നു. ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.